നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്ര ആരംഭിക്കുന്നു. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ജനങ്ങളുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങളൊക്കെ അറിയിക്കാം. നമ്പർ ഇതാണ്: 0484283050. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, അത് ഞങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൻ്റെ വിവരങ്ങൾ, ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നു. അതിനുള്ള നമ്പർ 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ അർജുന്റെ മൃതദേഹഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അർജുന്റെ സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങി. കാർവാർ ആശുപത്രിയിൽ നിന്നും മൃതദേഹവുമായി ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, എപ്പോഴേക്ക് കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് എത്തും എന്നാണ്, അർജുന്റെ വീട്ടിലേക്ക് എത്തും എന്നാണ് നമ്മൾ കരുതുന്നത്? കാർവാർ MLA അനുഗമിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതങ്ങനെയാണോ? ഒരു ചെറിയ സാമ്പത്തിക സഹായം കൂടി അർജുന്റെ കുടുംബത്തിന് അവർ കൈമാറുമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? റീജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ആ DNA ഫലം വന്നത്. അതിനുശേഷം, അതായത് ഔദ്യോഗികമായി തന്നെ ഈ ലോറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മൃതദേഹം അർജുൻ്റെയാണ് എന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം പിന്നീട് കുറേ അധികമുള്ള നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതാണ്. പിന്നീട് 6 മണിയോടെയാണ് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറിയത്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ അർജുന്റെ സഹോദരൻ അഭിജിത്ത് എന്നിവർ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. കാർവാർ MLA സതീഷ് കൃഷ്ണസേല്, മഞ്ചേശ്വരം MLA AK മഷറഫ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അർജുന്റെ കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ കാർവാർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതൊരു വേദനിപ്പിക്കുന്ന യാത്രയാണ്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിലാകെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു യാത്രയാണ്. നാളെ രാവിലെ 8 മണിയോടെ ഈ മൃതദേഹം കോഴിക്കോട്. അരുൺ പൂപ്പറമ്പ, ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക് തിരികെ എത്താം. അതെ, ഇതിൽ 2 കാര്യമാണുള്ളത്. ഇതൊരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ളൊരു ഉണ്ണി 3.5 വർഷം കൊണ്ട് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയത് ഏകദേശം 30 ശതമാനം കോടി രൂപന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ കൊണ്ടോട്ടിയിലുള്ളത്. അത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടവരുടെ അവസ്ഥ, സുജിത് ദാസിന്റെയും ADGP അജിത് കുമാറിന്റെയും P ശശിയുടെയും ഒക്കെ ഈ സമ്പാദ്യം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പം അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇനി ഞാൻ അന്വേഷിക്കുന്ന ഡാൻസാഫാണ്. ഡാൻസാഫിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന എഴുതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ. ഇപ്പം ഞാൻ അറിയുന്നത്, ഇവിടെ എയർപോർട്ടിലൊരു സ്പെഷ്യൽ ബ്രാഞ്ചാറുണ്ട് ഡാൻസാഫിലുണ്ടായിരുന്നത്, അനീഷാണ് അവൻ്റെ പേര്. കണ്ട നല്ല സിനിമാ നടനാണ്. അവൻ്റെ ഇപ്പോൾ 2 ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ട്. നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കാണിച്ചു തരാം. അത് അല്ല, അത് SIT തീരുമാനിക്കട്ടെ എന്ന്. ഒരു ഭാഗത്ത് ഈ രീതിയിൽ താങ്കൾ ഇതിന്റെ വെളിപ്പെടുത്തലും താങ്കൾ ഏത് ഉദ്യമമാണ് അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, മറുഭാഗത്ത് വലിയ പ്രതിഷേധം, കൊലവിളി, വലിയ പ്രകടനം. താങ്കൾക്കൊപ്പം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ താങ്കൾക്കെതിരെ വലിയ പ്രതിഷേധമായ രംഗത്ത്. അല്ല, അത് അവരുടെ പാർട്ടിയുടെ നിർദ്ദേശമല്ലേ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഖാക്കളിൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് ആ അർത്ഥത്തിലേ ഞാൻ കാണുന്നുള്ളൂ. അത് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സ് ഈ പറയുന്നത് ശരിയാണ്. അതിലൊരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്നലെയും കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ 4:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ ജാഥയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നലെയും കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്താ എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാലോ. അപ്പോൾ അത് അവർ നിർബന്ധിത സാഹചര്യത്തിൽ അവർക്കതെല്ലാം മാർഗം. അതിന് ഒരു കുറ്റം പറയണ്ട. പലരും PV അൻവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 2-3 വർഷം മുമ്പ് സാധാരണ സ്വർണ്ണപ്പണിക്കാരനായിരുന്ന ഉണ്ണി ഇപ്പോഴൊരു കോടീശ്വരനായി മാറിയത് എങ്ങനെ, മണിമാളിക പണിതത് എങ്ങനെ എന്നതടക്കമുള്ള നേരത്തെ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് PV അൻവർ. ഇപ്പോൾ CPM നടത്തുന്ന പ്രതിഷേധങ്ങളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്വാഭാവികമായും അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ അതിൻ്റെ ഭാഗമാകുമല്ലോ എന്നായിരുന്നു PV അൻവറിൻ്റെ മറുപടി.
പാർട്ടിയുമായി പി വി അൻവറിന്റെ എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPIM. പി വി അൻവർ നടത്തുന്ന ദുഷ്പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും തുറന്നുകാട്ടാനും പാർട്ടിയെ സ്നേഹിക്കുന്നവർ രംഗത്തിറങ്ങണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തത്. എന്നാൽ ഇനി തീപ്പന്തം പോലെ കത്തുമെന്നും ജനം ഒപ്പമുണ്ടെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും MV ഗോവിന്ദന് മറുപടിയുമായി പി വി അൻവർ രംഗത്തെത്തി. ഒരാഴ്ച മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളിലുമെത്തി യുവാക്കളോട് സംസാരിക്കും. ഉന്നതരായ രാഷ്ട്രീയ കോക്കസിന്റെ ഭാഗമല്ലാത്തവർ തന്റെ കൂടെ അണിനിരക്കുമെന്നും പി വി അൻവർ പറഞ്ഞു. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് LDFന്റെ ഭാഗമായി LDF സ്വതന്ത്രൻ എന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്ക് ഒരാൾ ഇതിൽ പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്റെ പരിമിതിയിൽ നിന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. 10-60 മണ്ഡലങ്ങൾ അത് ബാധിക്കുന്നുണ്ട്. ആ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്യും. ജനങ്ങളായിട്ട് സംസാരിക്കും. ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും. പി വി അൻവറിന് പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അൻവറിന് ഇടതു പാരമ്പര്യമില്ല എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. പാർട്ടിയുടെ സംഘടനാ സംവിധാനവും നയവും രീതിയും പി വി അൻവറിന് അറിയില്ല. വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് അൻവർ എന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. താൻ ഒരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പി വി അൻവർ തിരിച്ചടിച്ചു. സാധാരണക്കാരുടെ വിഷയം ഉയർത്താനാണ് ശ്രമിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്ക് പോലും വിലയില്ലാതായി എന്നും പി വി അൻവറിന്റെ വിമർശനം. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിന്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്ക് ആൾ വന്നിട്ടുള്ളത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണ് സത്യം. അതല്ല ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും പാർട്ടി പ്രവർത്തകരുടെയും അനുഭവം ഇതാണ്. അത് അവർ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ. ഞാൻ ആ പാർട്ടിക്കൊപ്പമാണ്. ഏത് പാർട്ടിക്കൊപ്പം? ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് നേതൃത്വം പ്രഖ്യാപിച്ചതോടെ പി വി അൻവറിനെതിരെ മലപ്പുറത്ത് പ്രകടനവുമായി CPIM. ജില്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് പി വി അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ച് CPIM അണികൾ തെരുവിലിറങ്ങിയത്. നിലമ്പൂരിൽ പി വി അൻവറിനെതിരെ ഭീഷണി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രകടനം. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അൻവറിന്റെ കൈയും കാലും വെട്ടും എന്നാണ് ഭീഷണി. പി വി അൻവറിന്റെ കോലവും പ്രവർത്തകർ കത്തിച്ചു. വിവരങ്ങളുമായി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, നിലമ്പൂർ ടൗണിൽ ഇടക്കരയിലൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. ഈ ഒരു ഭാഗത്ത് ഇന്നലെ വരെ പി വി അൻവറിനെ പിന്തുണച്ച് മുദ്രാവാക്യം മുഴക്കിയിരുന്നവർ ഇന്ന് ഭീഷണി മുദ്രാവാക്യം മുഴക്കുന്നത് നമ്മൾ കണ്ടു. CPIM സജീവമായി ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു. നാളെയും മറ്റന്നാളുമൊക്കെയായി വിശദീകരണ യോഗങ്ങൾ, ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. CPIM എന്താണ്, ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് ഒരുക്കുന്നത് സമീർ? പാർട്ടി പ്രവർത്തകർ സഖാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന് പി വി അൻവർ ആവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുടെയും ഒപ്പം തന്നെ പൊതുയോഗങ്ങളിലൂടെയും CPIMന്റെ പ്രവർത്തകർ പി വി അൻവറിനൊപ്പമില്ല, അത് പാർട്ടിക്കൊപ്പമാണ് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ 18 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം വൈകുന്നേരം 5:30 കൂടി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ സാധാരണഗതിയിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന അത്രയും ആളുകൾ തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. എന്നാൽ ഇതിനിടെ കൊലവിളി മുദ്രാവാക്യം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. മര്യാദക്ക് നടന്നില്ലെങ്കിൽ, പി വി അൻവർ മര്യാദക്ക് നടന്നില്ലെങ്കിൽ കയ്യും കാലും വെട്ടിമുറിക്കും. ഒപ്പം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് നൊടിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും വെട്ടിയെരിഞ്ഞ് ചാലിയാർ പുഴയിൽ പി വി അൻവറിനെ കൊണ്ടുപോയി ഇടുമെന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്നു കേട്ടത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇത് പലതവണ ആവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് പി വി അൻവർ
ഈ പാത തുടരുകയാണെങ്കിൽ സഖാവ് കുഞ്ഞാലിയെ പോലെ നിരവധി അല്ലെങ്കിൽ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ നിലമ്പൂരിലുണ്ട്. ആ രീതിയിൽ നേരിടുമെന്നുള്ള തരത്തിലാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയും നിലവിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലമ്പൂരിൽ പൊതുയോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ ജില്ലയിലുടനീളം PV അൻവറിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നാളെ ഇനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അനൌദ്യോഗികമായി ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും PV അൻവറിനെതിരെ എല്ലാ തലങ്ങളിലുമുള്ള പ്രതിരോധം തീർക്കുന്നു. PV അൻവറിന്റെ വാദങ്ങളെ തള്ളുന്നു. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവും ഒപ്പം തന്നെ പാർട്ടിയാണെങ്കിൽ പാർട്ടി CPM-നൊപ്പമാണ് എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ മലപ്പുറം ജില്ലയിൽ ഉടനീളമുള്ള CPM-ന്റെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പൊതുയോഗങ്ങളും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിജിത്ത്. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്ന് PV അൻവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടെ അതേ പ്രവർത്തകരെ രംഗത്തിറക്കി പ്രതിരോധം തീർക്കുകയാണ് CPIM. ഉത്തരം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. തൃശൂരിലെ ATM കവർച്ചാ സംഘത്തെ തമിഴ്നാട്ടിൽ നിന്ന് അതിസാഹസികമായി പിടികൂടിയതാണ് ഇന്നത്തെ വാർത്താപ്പകലിനെ ഞെട്ടിച്ചത്. നേരം വെളുക്കും മുമ്പേ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ പ്രതികളെ നാമക്കലിൽ നിന്ന് പോലീസ് പിടികൂടിയത് ചോരക്കളിയിലൂടെയാണ്. കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ നടുറോഡിൽ വെച്ച് പിടികൂടി. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് പണവും തോക്കും പ്രതികളുടെ കാറും കണ്ടെത്തി. ഓടി രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാൾ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ഗൂഗിൾ മാപ്പിൽ ATM-കൾ തിരഞ്ഞ് കവർച്ച നടത്തുന്നതാണ് സംഘത്തിന്റെ രീതിയെന്നും പ്രതികളെ ഉടൻ കേരള പോലീസിന് കൈമാറുമെന്നും സേലം DIG അറിയിച്ചു. இவங்க ATM-ஐ ஃபோக்கஸ் பண்ணி ATM பணத்தை திருடுறது தான் இவங்களோட எமு. இவங்க பெரும்பாலும் ஹரியானாவில் பல்வால் டிஸ்ட்ரிக்ட் இப்போ நம்ம செக்யூர் பண்ணியிருக்கவங்க ஒரு 5 பேர் பல்வால் டிஸ்ட்ரிக்ட்டும் இன்னொன்று நூ டிஸ்ட்ரிக்ட்னு சொல்லிட்டு இந்த 2 டிஸ்ட்ரிக்டை சேர்ந்தவங்களாம் இருக்கிறாங்க. இனி ஃபர்தராக நம்ம என்கொயரியில் தான் இவங்களோட ரோல் என்ன ஏது அப்படிங்கிறது நம்ம கண்டுபிடிக்கணும். இப்போதைக்கு அந்த அடிப்பட்டவரை நம்ம கோயம்புத்தூர் மருத்துவமனையில் சேர்த்து அவர்களுடைய ட்ரீட்மெண்ட் கொடுக்கறதுக்கான முயற்சி நடந்துட்டுருக்கு. அதை தொடர்ந்து மற்றவங்ககிட்டையும் நம்ம இன்ட்ரோகேஷன் பண்ணிகிட்ருக்கோம். இதனுடைய என்கொயரினோட முடிவில் மற்ற தகவல்கள் உங்களுக்கு தரோம். இது ஜுடிஷியல் என்கொயரி சம்மந்தப்பட்டதுங்கிறனால அது SOC-லே இருக்கிறனால இப்போ JM இது பண்ணதுக்கப்புறமா என்கொயரி பண்ணதுக்கப்புறம் நம்ம கேஷை നാമക്കലിൽ നിന്ന് നിഖിൽ പ്രമേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഇന്നത്തെ ദിവസം പുലർന്നത് തന്നെ ഈ വലിയ കവർച്ചയുടെ വിവരം കേട്ടുകൊണ്ടാണ്, തൃശ്ശൂരിൽ നടന്ന കവർച്ചയുടെ വിവരം കേട്ടുകൊണ്ടാണ്. പിന്നീട് ഈ വാർത്താപ്പകലിൽ അതിസാഹസികമായി തമിഴ്നാട് പോലീസുമായി ഈ പ്രതികളുടെ ഏറ്റുമുട്ടൽ, പിന്നീട് ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം, അങ്ങനെ ഇന്നത്തെ വാർത്താ ദിനത്തിൽ നിറഞ്ഞു നിന്നൊരു വാർത്തയാണ്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി തമിഴ്നാട് പോലീസ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഘത്തിൻ്റെ പ്രവർത്തനം, മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായി അന്വേഷണവും നടക്കേണ്ടതുണ്ട് ചില ഏരിയകളിൽ. എന്താണ് പോലീസ് വിശദീകരിക്കുന്നത്? കേരള പോലീസിന് കൈമാറുന്ന നടപടി ഒരുപാട് വൈകാൻ സാധ്യതയുണ്ടോ നിഖിൽ? വെല്ലുന്ന തരത്തിലുള്ള ഒരു മോഷണമാണ് നടന്നത്. തൃശ്ശൂരിൽ 3 ഇടങ്ങളിൽ ഏതാണ്ട് ഒന്നിടവിട്ട സമയങ്ങളിൽ ഇത്തരത്തിൽ മോഷണം നടത്തുന്നു. ആ സംഘം തങ്ങൾ മോഷണത്തിന് ഉപയോഗിച്ച കാറ് കണ്ടെയ്നറിലേക്ക് മാറ്റി അവിടെ നിന്ന് കടന്നു കളയുന്നു. കുമരൻ പാളയം എന്ന സ്ഥലത്ത് വെച്ച് തുടർച്ചയായ വാഹനങ്ങളിൽ ഈ കണ്ടെയ്നർ ഇടിക്കുന്നു. അതിനെല്ലാം ഗൗനിക്കാതെ അവർ കടന്നു പോകുന്നു. അതേ തുടർന്ന് ഈ നാട്ടുകാർ പരാതി നൽകുന്നു. പോലീസ് അവരെ ചേസ് ചെയ്ത് പിടികൂടുന്നു. പിടികൂടിയ സമയത്താണ് ഇവർക്ക് ഈ കണ്ടെയ്നറിനുള്ളിൽ ചില ആളുകളുണ്ട്, അതിനുള്ളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നതും കണ്ടെയ്നർ തുറക്കാൻ ആവശ്യപ്പെടുന്നതും. ആദ്യഘട്ടത്തിൽ അവർ അതിന് തയ്യാറാകുന്നില്ല. തുടർന്ന് കണ്ടെയ്നർ തുറന്നപ്പോഴാണ്. ശരി, നിഖിൽ പ്രമേഷിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം നിഖിൽ തത്സമയ വിവരങ്ങൾ നൽകും. തൃശ്ശൂരിലെ ATM കവർച്ചാ സംഘത്തെ തമിഴ്നാട്ടിൽ നിന്ന് അതിസാഹസ്യമായി പിടികൂടിയതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്. നിഖിൽ പ്രമേഷിലേക്ക് വീണ്ടും പോവുകയാണ്. നിഖിൽ, നേരത്തെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു, തുടരാം നിഖിൽ. ശ്രീജിത്ത്, ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോഴുള്ള നാമക്കലിന് സമീപത്ത് തന്നെ ഒരു ATM മോഷണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. ആ കേസിലും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ സമാന കേസിലെ പ്രതികളാണോ, അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ATM മോഷണ കേസിലെ പ്രതികൾ ഇവരാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ 7 പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ ചികിത്സയിലാണ്. മറ്റ് 5 പേരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. DIG ഉമ്മയുടെ നേതൃത്വത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ മാത്രമേ ഇവരെ കോടതിയിൽ ഹാജരാക്കൂ എന്നുള്ളതാണ്
വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. അതുവരെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് എന്നാണ് സേലം DIG വ്യക്തമാക്കിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെ അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷമായിരിക്കും കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് അവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പറ്റുക. അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് പ്രതികളെ കൊണ്ടുവരികയും ഇവിടെ നടന്നിട്ടുള്ള ATM റോബറി സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു മോഷണം തന്നെയാണ്. ഒരുപക്ഷെ ഈ അപകടങ്ങൾ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, അതായത് ഈ ഗ്രാമപ്രദേശത്തിലൂടെ കടന്നുപോയപ്പോൾ ഇവരുടെ കണ്ടെയ്നർ വാഹനങ്ങൾ ഈ കാറിലും ബൈക്കിലും ഒന്നും ഇടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതികൾ ഈ തമിഴ്നാട് ശരി നിഖിൽ, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നാമക്കലിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്. വള്ളംകളിയുടെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ജലമാമാങ്കം നാളെ. ആവേശക്കൊടുമുടിയിലാണ് പുന്നമടക്കായൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വള്ളംകളി കാണാൻ നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് ജലോത്സവ പ്രേമികൾ എത്തിത്തുടങ്ങി. നാളെ രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളോടെ മേളയ്ക്ക് തുടക്കമാകാൻ പോകുന്നു. 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും. വള്ളംകളിയുടെ മുഴുവൻ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സംഘവും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. വിവരങ്ങളുമായി ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോബി, ഇനി രാത്രി വെളുത്താൽ പൂർണ്ണമായ ആവേശത്തിലേക്ക് മാറുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, ബോട്ട് ക്ലബ്ബുകളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെ ഒടുവിലായി ടോബി? റിജിത്ത്, എല്ലാ ആവേശവും ഈ പുന്നമടയിലേക്ക് എത്തുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി മണിക്കൂറുകൾ മാത്രം, ചെറിയൊരു കാത്തിരിപ്പ്. ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഈ പുന്നമടയിൽ ആവേശം വീണ്ടും അലതല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന റോസ് പവലിയന്റെ അടുത്താണ്. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും, കാണികൾക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നമ്മൾ 24ന്റെ ആ ഒരു ഒരുക്കങ്ങൾ തന്നെയാണ്. എല്ലാ തരത്തിലും എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും 24ഉം നടത്തി കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ തന്നെ ആ സംപ്രേഷണം, ആവേശം നിറഞ്ഞ SKN അടക്കം വരുന്ന ആ മോർണിംഗ് ഷോ തുടങ്ങും. അപ്പോൾ എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും 24ഉം നടത്തി കഴിഞ്ഞിരിക്കും. നമുക്ക് കാണാം, ഈ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനവട്ട ഒരുക്കങ്ങൾ സംഘാടക സമിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇത്തവണയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ നമുക്കറിയാവുന്നതുപോലെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത്തവണയും ആ ആവേശം കുറയാതെ മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ ചുണ്ടൻ വള്ളങ്ങളും അവരുടെ പരിശീലനം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നെങ്കിലും വീണ്ടും ഈ വള്ളംകളി നടക്കുമെന്ന് അറിഞ്ഞതോടുകൂടി ആവേശത്തോടെ പരിശീലനം ആരംഭിക്കുന്നത് കണ്ടു. വലിയ വിജയപ്രതീക്ഷയിലാണ്. ഇത്തവണ 5ാമത്തെ കപ്പും നേടും. തുടർച്ചയായ 5ാം തവണ വിജയം കാത്തിരിക്കുന്ന പള്ളാത്തുരുത്തിയുണ്ട്. അതുപോലെ തന്നെ KTBC ഉണ്ട്. കുമരകം ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്കാണ് അവർക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടമായത്. അങ്ങനെ വാശിയേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ 19 വള്ളങ്ങൾ അണിനിരക്കുന്ന ആ മത്സരം നടക്കും. ആ അത്തരത്തിലുള്ള മത്സരങ്ങളിലേക്കെല്ലാം പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 11 മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ആ വാശിയേറിയ പോരാട്ടം നടക്കും. എന്തായാലും കാണികളുടെ കാര്യങ്ങൾ, ഈ നെഹ്റു ട്രോഫി കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആലപ്പുഴയിലേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒഴുക്കാണ്. നമ്മളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന ചില വള്ളംകളി പ്രേമികൾ ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം, ഇത്തവണയും ആവേശം ഒട്ടും കുറയില്ലല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാളിലൊക്കെ ആവേശം ഏറ്റവും കൂടുതൽ വരുന്ന വള്ളംകളിയാണ് നാളെ നടക്കാൻ പോകുന്നത്. ശരിക്കും ഞങ്ങൾ വരുന്ന ആനാരിക്കരയിൽ നിന്നാണ് വരുന്നത്. അപ്പർ കുട്ടനാടിന്റെ പ്രദേശമാണ് ആനാരി. ശരി, വള്ളംകളിയുടെ ജലോത്സവത്തിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24ഉം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. മാസങ്ങളായുള്ള ഈ വള്ളങ്ങളുടെ തയ്യാറെടുപ്പാണ്. അത് നാളെ ഒരു മത്സരമായി, ആവേശ മത്സരമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോവുകയാണ്. ടോബി ജോൺസൺ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാളെ രാവിലെ 6 മണി മുതൽ 24ൽ പ്രേക്ഷകർക്ക് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, ആവേശം, പ്രതികരണങ്ങളൊക്കെ കാണാൻ കഴിയും. എന്തായാലും പൊതുജനം കരുതിയ LSR എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.